ഓപ്പറേഷൻ ബാർകോഡിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ബാറുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ മദ്യം നൽകുന്നതിൽ ക്രമക്കേട് കണ്ടെത്തി. ചിലയിടങ്ങളിൽ മദ്യത്തിന്റെ ബ്രാൻഡിലും വ്യത്യാസങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ് ജയകുമാർ, കണ്ണൂരിൽ വ്യാപക പരിശോധനയാണല്ലോ പല ബാറുകളിലും നടത്തിയിട്ടുള്ളത്. ഏതൊക്കെ ക്രമക്കേടുകൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കണ്ടെത്തിയിട്ടുള്ളത്? ദിലീപ് കുമാർ, ഓപ്പറേഷൻ ബാർകോഡിന്റെ ഭാഗമായിട്ടാണ് കണ്ണൂരിലെ ഇരിട്ടി, തളിപ്പറമ്പ്, പഴയങ്ങാടി, പയ്യന്നൂർ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ മദ്യം നൽകുന്നതിലടക്കം വലിയ ക്രമക്കേടുകളാണ് വിജിലൻസ് കണ്ടെത്തിയത്. പഴയങ്ങാടിയിലെ പ്രതീക്ഷ ബാറിൽ വലിയ ക്രമക്കേട് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബാറിലെ പെഗിന്റെ അളവ് പാത്രത്തിലാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയത്. 60 മില്ലിയുടെ പാത്രത്തിന് പകരം 48 മില്ലിയുടേതാണ് ഇവിടെ ഉപയോഗിച്ചത്. കൂടാതെ 30 മില്ലിക്ക് പകരം 24 മില്ലിയുടെ അളവ് പാത്രവും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. തട്ടിപ്പ് വെളിപ്പെട്ടതോടെ ഈ ബാറിന് 25,000 രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. ആദ്യത്തെ 2 പെഗ് നൽകുന്നത് കൃത്യമായ അളവിലായിരിക്കും. ഇതിനുശേഷം ഈ മദ്യപിച്ചയാൾ അല്പം ഫിറ്റായി എന്ന് തോന്നിയാൽ 60 മില്ലിയുടെ പാത്രം മാറ്റി 48 മില്ലിയുടെ മറ്റൊരു അളവ് പാത്രത്തിലാണ് പിന്നീട് മദ്യം കൊടുക്കുക. 30 മില്ലിക്ക് പകരം 24 മില്ലിയെ പിന്നീട് ഉപഭോക്താവിനും കിട്ടുകയുള്ളൂ. 2 പെഗിന് ശേഷം വീണ്ടും വാങ്ങുന്നവരെയാണ് ഈ ബാറുകാർ കൂടുതലും പറ്റിക്കുന്നത്. ഇരിട്ടിയിലും തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഈ നൽകുന്ന മദ്യത്തിന്റെ ബ്രാൻഡിലും വ്യത്യാസം കണ്ടെത്തി. ഇവ മറ്റു സ്ഥലങ്ങളിലേക്ക് അനുവദിച്ച മദ്യമാണെന്നാണ് ഈ വിജിലൻസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. എന്തായാലും കണ്ണൂരിലും എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത കുടിയന്മാരെയാണ് ഈ ബാറുകാർ പറ്റിക്കുന്നതെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തലിൽ നിന്ന് മനസ്സിലാകുന്നത്. കണ്ണൂർ ജില്ലയിലെ ബാറുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ നിരവധി ക്രമക്കേടുകൾ അളവിലടക്കം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.